കഴിഞ്ഞ ആഴ്ച സ്പൈസ് ജെറ്റ് വിമാനത്തിൽ കോഴിക്കോട് നിന്നും ജിദ്ദയിലേക്ക് യാത്ര ചെയ്ത യുവതിക്ക് ഒരു ദുരനുഭവം ഉണ്ടായ വാർത്ത നാം കണ്ടല്ലോ. ഉംറ വിസയിൽ യാത്ര ചെയ്ത അവരുടെ 2 വയസ്സായ കുട്ടിക്ക് വിമാനത്തിൽ സീറ്റ് നൽകിയില്ല എന്നാണ് അവർ പരാതിപ്പെട്ടത്. 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മുതിർന്നവരുടെ ടിക്കറ്റ് തുക തന്നെ നൽകണം. ആ തുക നൽകി സീറ്റ് നമ്പർ അടക്കം ഉണ്ടായിട്ടും കുട്ടിയെ മടിയിലിരുത്തി യാത്ര ചെയ്യാൻ ജീവനക്കാർ ആവശ്യപ്പെട്ടതായതാണ് അവരുടെ പരാതി. തെളിവിനായി വീഡിയോയും ഫോട്ടോകളും അടക്കമാണ് അവർ പരാതിപ്പെട്ടത്. ഇത് വിജയം കാണുകയും ചെയ്തു. ടിക്കറ്റ് നിരക്കുൾപ്പെടെ 33,000 രൂപയാണ് സ്പൈസ് ജെറ്റ് നഷ്ടപരിഹാരമായി നൽകിയത്. ഭാവിയിൽ സ്പൈസ് ജെറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ കഴിയും വിധത്തിൽ 33,000 രൂപയുടെ വൗച്ചറും കമ്പനി നൽകി. കുട്ടികളുമായി യാത്ര ചെയ്യുന്നതിൻ്റെ നിബന്ധനകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞുങ്ങളുമായി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ടിക്കറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത എയർലൈനുകൾക്ക് വ്യത്യസ്ത നിയമങ്ങളാണുള്ളത്. എന്നിരുന്നാലും ഒരു പൊതുവായ നിയമം ഇക്കാര്യത്തിലുണ്ട്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പല എയർലൈനുകളിലും സൗജന്യമായി രക്ഷിതാക്കളുടെ മടിയിലിരുന്ന് യാത്ര ചെയ്യാം. എന്നാൽ ചില എയർലൈനുകൾ ചെറിയ സംഖ്യ ഈടാക്കാറുണ്ട്. അവരോടൊപ്പം 15-ന് മുകളിൽ പ്രായമുള്ള മുതിർന്ന വ്യക്തി ഉണ്ടായിരിക്കണം എന്നതാണ് നിബന്ധന. സ്വന്തമായി സീറ്റ് ഉണ്ടാവില്ലെങ്കിലും ബേബി കാർ സീറ്റോ കെയേഴ്സ് ഹാർനസോ കൂടെ കരുതാവുന്നതാണ്. 2 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞിനെ മാത്രമേ ഒരു രക്ഷിതാവിന് കൂടെ കൂട്ടാൻ ചില എയർലൈനുകൾ അനുവദിക്കുകയുള്ളൂ എന്നത് പ്രത്യേകം ഓർക്കുക. 7 ദിവസത്തിൽ താഴെ പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുമായുള്ള വിമാനയാത്ര ഒഴിവാക്കണം. എയർലൈനുകൾ അത് അനുവദിക്കാനും സാധ്യതയില്ല. വിമാനയാത്രയിലെ മർദ്ദ വ്യത്യാസങ്ങൾ നവജാത ശിശുക്കൾക്ക് വളരെ വേദനാജനകമായ അനുഭവമായിരിക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഫാന്റ് എന്ന ഓപ്ഷൻ കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത്. യാത്ര സൗജന്യമാണെങ്കിലും കുഞ്ഞ് കൂടെ ഉണ്ടെങ്കിൽ അത് ടിക്കറ്റ് എടുക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം. ഇനി 2 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമെടുത്താൽ അവർക്ക് ടിക്കറ്റ് നിർബന്ധമാണ്. മുതിർന്നവരുടെ ടിക്കറ്റിൽ നിന്നും 25 മുതൽ 30% വരെ കുറഞ്ഞ നിരക്കിലായിരിക്കും കുട്ടികളുടെ ടിക്കറ്റ് നിരക്ക്. കുട്ടികൾ രക്ഷിതാവില്ലാതെ തനിച്ച് യാത്ര ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. 8 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇത്തരത്തിൽ തനിച്ച് യാത്ര ചെയ്യാൻ ഒട്ടുമിക്ക എയർലൈനുകളും അനുവദിക്കില്ല എന്നതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. 8-ന് മുകളിൽ പ്രായമുള്ള മൈനർ കുട്ടികൾക്ക് തനിച്ച് യാത്ര ചെയ്യണമെങ്കിൽ കൺസെന്റ് ഫോം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം നിരവധി കാര്യങ്ങളുണ്ട്. അവയെല്ലാം അറിയണമെങ്കിൽ മീ ഫ്രണ്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യും.